ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ തന്നെ മാധ്യമ പ്രവർത്തകരായിട്ട് എത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോട്ടൺ ഹിൽ സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th standard. എല്ലാവരും 8th. പേരെന്താണ്? തങ്കലക്ഷ്മി. ഋത്തിക. അപ്പം ഇവരുടെയും വർക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ കലോത്സവ വേദിയിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് ചെയ്ത് സ്കൂളിലോട്ട് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോഴാണ് കറക്റ്റായിട്ട് ഓരോന്നും മീഡിയക്കാർ ചെയ്യുന്ന പോലെ അത്രയും ഞങ്ങൾ ക്യാമറ അത്രയും ഇല്ല, പക്ഷേ നല്ല ക്യാമറ യൂസ് ചെയ്ത് ഇത്രയും ഫോട്ടോസ് രസകരമായിട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഹൈസ്കൂൾ തലത്തിലെ 9ാം ക്ലാസ്സിലെ തങ്കലക്ഷ്മിയും 8ാം ക്ലാസ്സിലെ ഋതികയും കലോത്സവത്തിന്റെ പ്രധാന വേദിയായ MT നിളയിലെ മാധ്യമപ്രവർത്തകരാണ്. ഭാവിയിലെ മാധ്യമപ്രവർത്തകരാവാനാണ് ഇരുവർക്കും താൽപ്പര്യം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ് ഇവർ. പഠനത്തിനോടൊപ്പം തന്നെ സ്കൂളിലേക്കായി തങ്കലക്ഷ്മിയും ഋതികയും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് മാധ്യമപ്രവർത്തനം ചെയ്യുന്നുണ്ട്. കലോത്സവത്തിന്റെ പല വേദികളിലെ മാധ്യമപ്രവർത്തകരാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ IT കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ്. അപ്പം അതിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് IT കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ IT കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി. പിന്നെ ടീച്ചേഴ്സ് അത്രയും മോട്ടിവേറ്റ് ചെയ്ത് പാരൻസും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഓരോ വേദികളിൽ ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ ഇടുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് ക്യാമറയിൽ എങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പഠിച്ചു. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ എത്ര പേര് ഏകദേശം വന്നിട്ടുണ്ട്? 6 പേരാണ്. 2 പേര് ഇവിടെ, പിന്നെ 2 പേര് ടാഗോർ തിയേറ്റർ, പിന്നെ 2 പേര് കോട്ടൺ ഹിൽ സ്കൂളിൽ. അങ്ങനെ ഡ്യൂട്ടി തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 ദിവസത്തിലാണ് ഇങ്ങനെ ഡ്യൂട്ടി തന്നിട്ടുള്ളത്. നാളെയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. സ്മാർട്ട് ഫോണിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തി ഇൻഷോട്ട് ആപ്പിൽ എഡിറ്റ് ചെയ്ത് സ്കൂളിലേക്ക് അയക്കും. ആരാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്? ഞാനാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സീനിയർ ആയതുകൊണ്ട് ടീച്ചർ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് ക്യാമറ. പിന്നെ ഞാൻ ഇവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോഴാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ലിറ്റിൽ കൈറ്റ്സിൽ. ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവരുടെ കൂടെ സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇത്തവണത്തെ കലോത്സവത്തിനായി ഇവർ തിട്ടപ്പെടുത്തിയ പ്രൊമോ വീഡിയോയുമുണ്ട്. നമസ്കാരം, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് 63ാമത് കേരള കലോത്സവം അനന്ത പത്മനാഭന്റെ മണ്ണായ അനന്തപുരിയിൽ. ഭാവിയിൽ ഒരു മാധ്യമ പ്രവർത്തകരാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാനൊക്കെ ഈ പ്രായത്തെ എന്താ ചെയ്തതെന്ന് എനിക്കിപ്പോൾ ഒരു ആലോചന വരുന്നുണ്ട്. ഈ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും പല കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സ്കൂളിലൂടെ ഒരു മാധ്യമം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു മാധ്യമ മേഖല കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾ. ക്യാമറമാൻ ജിഷ്ണു KR നോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.